പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. രണ്ടുപേരുടെ ഇടയിലുള്ള ബന്ധം ഊഷ്മളമാകണമെങ്കിൽ അന്യോന്യം അറിയുക എന്നത് പ്രധാനമാണ്. തമ്മിൽ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മനസ്സിലാക്കി തന്മയത്വത്തോടെ ആ ബന്ധം തകരാതെ സൂക്ഷിക്കുക എന്നതാണ് ആ ബന്ധം നിലനിർത്തുവാനുള്ള മാർഗം. ആറന്മുള കണ്ണാടി എന്നൊരു ലോഹ കണ്ണാടി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന നാടിൻ്റെ തനിമയായി നിർമ്മിക്കപ്പെടുന്നുണ്ട്. മുഖം നോക്കുന്ന കണ്ണാടിയുടെ ഉപയോഗം തന്നെയാണ് ഇതിനും ഉള്ളത്. ഒരു പ്രത്യേകതരം ലോഹക്കൂട്ട് ദീർഘമായ ശ്രമഫലമായി അടിച്ചു പരത്തിയാണ് ഈ കണ്ണാടി നിർമ്മിക്കുന്നത്. ലോഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാണ് ശില്പി ആ ലോഹക്കൂട്ടിനെ രൂപമാറ്റം വരുത്തിയെടുക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം രൂപപ്പെടുമ്പോഴും തമ്മിൽ ഹൃദയങ്ങളെ അറിയുവാൻ ഒരു തലമുണ്ടാകണം. ശില്പി ആ ലോഹക്കൂടിനെ അറിയുന്നത് പോലെ അല്ലാതെ പെരുമാറുന്നത് ബുദ്ധിഹീനതയാണ്. അന്യോന്യം അറിയുവാൻ ശ്രമിക്കാതെ പോകുന്നതും ബുദ്ധിഹീനതയാണ്. ദൈവബന്ധത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവബന്ധം ഊഷ്മളമാകുവാൻ ദൈവത്തെ അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. നമ്മിലേക്ക് ചുരുങ്ങി സ്വാർത്ഥരായി മാറുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റി ബോധവാന്മാരാകുന്നത് വഴി ദൈവബന്ധമാണ് ദൃഢമാകുന്നത്. സൗകര്യപൂർവം ദൈവിക വഴികൾ മറക്കുന്നവരാണ് നമ്മൾ. നടത്തിയ വഴികളെ ഓർത്ത് നന്ദിയുള്ളവരായി നാം ജീവിക്കണം. നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വഴി, നമ്മുടെ ചില നിഗളങ്ങൾ വഴി, നമ്മുടെ കോപം വഴിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും നാം ഏറെ അകലയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. കൂടുതൽ അടുത്ത് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കും ജീവിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഇഷ്ടം ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ.